ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള 4 ടൈപ്പ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഓരോ ടൈപ്പും എന്താണ്, എന്നിങ്ങനെയൊക്കെയാണ് അത് പ്രോഗ്രാമിങ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹലോ വേൾഡ് നമ്മൾ ഏതിൻ്റെയും സിമ്പിളായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണല്ലോ അത് റേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് മൾട്ടിപ്പിൾ വേസിൽ എന്ത് ചെയ്യാൻ കഴിയും, പ്രോഗ്രാം അല്ലെങ്കിൽ കോഡിങ് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ് ആ 4 വേസ് അല്ലെങ്കിൽ 4 മെത്തേഡ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് സിമ്പിളായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സിമ്പിൾ എക്സാമ്പിളാണ്, പിന്നെ ഒന്ന് യൂസിങ് സിസ്റ്റം ആണ്, പിന്നെ യൂസിങ് പബ്ലിക് മോഡിഫയർ, പിന്നെ യൂസിങ് നെയിം സ്പേസ്. ഇങ്ങനെ 4 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരൊറ്റ ലോജിക്ക് തന്നെ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ് പ്രോഗ്രാം, പിന്നെ കേളി ബ്രേസ് ഓപ്പണായി, സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്, പിന്നെ അതിനകത്ത് എന്താണ് സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഹലോ വേൾഡ്, പിന്നെ ആ കേളി ബ്രേസൊക്കെ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. നമുക്ക് ഏത് പ്രോഗ്രാമിങ്ങിനകത്തും ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒബ്ജക്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്, പ്രോഗ്രാമാണ്. കണ്ടോ, ക്ലാസ് പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് നെയിമാണ്. നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ക്ലാസിൻ്റെ നെയിമാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലാസ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഡാറ്റ മെമ്പേഴ്സ്, മെത്തേഡ്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഈ ഒരു സിമ്പിൾ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ ഒരു മെയിൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്റ്റാറ്റിക്, എവിടെയാണ് സ്റ്റാറ്റിക് കൊടുത്തുള്ളത്, കണ്ടോ നെക്സ്റ്റ് ലൈനിൽ സ്റ്റാറ്റിക് വേർഡ് മെയിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റിക് ആണ്. ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതായത് നമുക്ക് എന്തെങ്കിലും മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ ഒന്നും ആക്സസ് ചെയ്യാനില്ല, ഒബ്ജക്റ്റിന് പ്രത്യേകിച്ചൊരു മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കീവേഡ് സ്റ്റാറ്റിക് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മെമ്മറി സേവ് ചെയ്യാൻ കഴിയും. അതായത് അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനുള്ള സ്പേസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മെമ്മറി സേവ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നതാണ് വോയിഡ്. അതായത് നമ്മൾ മെത്തേഡിനകത്ത് എന്തെങ്കിലും നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ടോ ഇല്ലയോ അതിൻ്റെ ടൈപ്പിനെയാണ് നമ്മളിവിടെ വോയിഡിലൂടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വോയിഡ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു വാല്യൂവും റിട്ടേൺ ചെയ്യാനില്ല. ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും വാല്യൂസൊക്കെ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കില്ലാത്തതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും റിക്വയർഡ് അല്ല, വോയിഡ് എന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മെയിനാണ്. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് പറഞ്ഞു, വോയിഡ് പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിനാണ്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെത്തേഡ് നെയിമാണ്. നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു എൻട്രി പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് മെയിൻ മെത്തേഡിനെ പറയാം. നമ്മൾ ഏത് C# പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഇൻവോക്ക് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഈ മെയിൻ മെത്തേഡ് ആയിരിക്കും. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഓഫ് ദി പ്രോഗ്രാം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സിന് യൂസ് ചെയ്യുന്നത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പാസ് ചെയ്യുക. അതായത് ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് കണ്ടാണ് നമ്മൾ പാസ് ചെയ്യുക. ഈ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിങ്ങിനകത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ സിസ്റ്റം കൺസോൾ റൈറ്റ് ലൈൻ ഹലോ വേൾഡ്. ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നെയിം സ്പേസ് ആണ്. കൺസോൾ എന്ന് പറയുന്നത് ഈ നെയിം സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. പിന്നെ റൈറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെത്തേഡാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൺസോളിനകത്ത് റൈറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, ഹലോ വേൾഡ് എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. യൂസിങ് സിസ്റ്റമാണ് സെക്കൻഡ് ടൈപ്പ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് യൂസിങ് സിസ്റ്റം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ആ ക്ലാസ് ആക്സസ് ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവിടെ ഈ പ്രോഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്, യൂസിങ് സിസ്റ്റം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസ് പ്രോഗ്രാമിൻ്റെ മുമ്പ് ഇങ്ങനെ യൂസിങ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ സിസ്റ്റം ഡോട്ട് കൺസോൾ റൈറ്റ് ലൈൻ എന്നല്ല ഇവിടെ കൊടുത്തിരുന്നത്, അവിടെ നമ്മൾ ജസ്റ്റ് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്നാണ് കൊടുത്തത് ഇപ്പോൾ. കാരണം സിസ്റ്റം നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് എത്രയും നമുക്ക് അത്തരം ഈ ഒരു സിസ്റ്റം പറഞ്ഞ സ്പേസിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഹലോ വേൾഡ് എന്ന് മാത്രമായത്. മറ്റേത് ഏത് കൺസോൾ വരുമ്പോഴും അവിടെയൊന്നും നമുക്ക് സിസ്റ്റം എന്ത് ചെയ്യേണ്ടില്ല, സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ക്ലാസ്സിന് മുമ്പായിട്ട് സിസ്റ്റം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സിസ്റ്റം നെയിം സ്പേസിന് എവിടെയും എന്ത് ചെയ്യേണ്ടതില്ല, സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മളിവിടെ സിസ്റ്റം ഡോട്ട് കൺസോൾ എന്നുള്ളതിന് പകരം കൺസോൾ എന്ന് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതാണ് യൂസിങ് സിസ്റ്റം എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, സിമ്പിൾ എക്സാമ്പിളിനകത്ത് ഓരോ വട്ടവും നമ്മൾ ഈ സിസ്റ്റത്തിന് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. ഇവിടെ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ലാർജ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് വരുന്ന റൈറ്റ് ലൈൻ്റെ കേസിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സിസ്റ്റം ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വന്നേനെ. ഇവിടെ പക്ഷേ സെക്കൻഡ് എക്സാമ്പിളിനകത്ത് നമ്മൾ പക്ഷേ എന്താ ചെയ്തിട്ടുള്ളത്, യൂസിങ് സിസ്റ്റം എന്ന് മേലെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ലാർജർ പ്രോഗ്രാമിങ്ങിനൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് പബ്ലിക് മോഡിഫയറിൻ്റെ ടൈപ്പാണ്. നമുക്ക് ക്ലാസ്സിൻ്റെ മെയിൻ മെത്തേഡിന് മുന്നായിട്ട് പബ്ലിക് മോഡിഫയറിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, പബ്ലിക് ക്ലാസ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് പ്രോഗ്രാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൺസോൾ റൈറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനൊന്നും അങ്ങനെ ക്ലാസ് പ്രോഗ്രാമിനെ കൊടുത്തിട്ടുള്ളൂ. സിസ്റ്റത്തിൻ്റെ കേസ് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞപ്പോഴോ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലാസ് പ്രോഗ്രാമിനെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എങ്ങനെ കൊടുത്തത്, പബ്ലിക് മോഡിഫയർ കൂടുതൽ കൊടുത്തു, അതായത് പബ്ലിക് ക്ലാസ് പ്രോഗ്രാം എന്ന് കൊടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് വേറെ ഏത് ക്ലാസ്സിലേക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ കഴിയും. പബ്ലിക്കാക്കി മാറ്റിക്കഴിഞ്ഞു. അതാണ് ഈ പബ്ലിക് മോഡിഫയറിൻ്റെ പ്രത്യേകത. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മൾ യൂസിങ് നെയിം സ്പേസ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നെയിം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നെയിം സ്പേസ് കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പേരിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതും അതിന് വേണ്ടി തന്നെയാണ്. ക്ലാസ്സസിനെ കാറ്റഗറൈസ് ചെയ്യുക, അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വലിയ വലിയ ആപ്ലിക്കേഷൻസിൻ്റെ കേസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ റിലേറ്റഡ് ക്ലാസ്സസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അത്തരം കേസുകളിലാണ് നമ്മൾ ഈ ഒരു യൂസിങ് നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെയിം സ്പേസ് കൺസോൾ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് 4 ടൈപ്പിലുള്ള നമ്മളുടെ C# എക്സാമ്പിൾസ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മളേതാ പറഞ്ഞത്, യൂസിങ് സിസ്റ്റമാണ്. അതായത് ഓരോ ടൈമിലും സിസ്റ്റം എന്ന് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് പിന്നെ സ്പെസിഫൈ ചെയ്യേണ്ട പ്രശ്നമില്ല. പിന്നെ അടുത്തത് പബ്ലിക് മോഡിഫയർ ആണ്. നമുക്ക് ആ ക്ലാസ്സിനെ മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ പബ്ലിക് ക്ലാസ് പ്രോഗ്രാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ലാസ്റ്റ് വന്നത് നമ്മൾ നെയിം സ്പേസ് ആണ്. നമുക്ക് റിലേറ്റഡ് ക്ലാസ്സസിനെ ഗ്രൂപ്പ് ചെയ്യേണ്ട കേസുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് യൂസിങ് നെയിം സ്പേസ് മെത്തേഡ്. ഇത്രയാണ് നമുക്ക് C# എക്സാമ്പിൾസ് പറയാനുള്ളത്. 4 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.